ഇനി ശ്യാമപ്രസാദ് ഉത്തമനിലേക്ക് പോവുകയാണ്. സീതാറാം മിൽ ദേശത്ത് നിന്നാണ് ശ്യാമപ്രസാദ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്യാമ, ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എത്ര ആഘോഷത്തോടെയും ആവേശത്തോടും കൂടിയാണ് വൈകുന്നേരത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ അവർ ഇപ്പോൾ തന്നെ നടത്തുന്നത് എന്നുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള സർപ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ ശ്യാം? തീർച്ചയായിട്ടും ഓരോ പുലിമുടകളും വലിയ വലിയ സർപ്രൈസുകൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഇവരോടൊപ്പം ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. സീതാറാം മിൽ പുലിമുട സംഘത്തിൻ്റെ കൂടെയുണ്ട്. ഇവിടുത്തെ പുലിമുടയിൽ ഓരോ പുലികളും തയ്യാറായി കഴിഞ്ഞു. ഇവിടുത്തെ പുലികൾക്കൊക്കെ ഓരോ പ്രത്യേകതയുണ്ട്. അത് അവർ തന്നെ പറയും. ചേട്ടാ, എന്താ പേര്? മനോജ് കുമാർ. എന്താ ചെയ്യുന്നത്? എന്താ? ഞാൻ ഇപ്പോൾ 21 കൊല്ലം സർവീസ് CRPF കഴിഞ്ഞ് വന്ന് ഇപ്പോൾ പേരാമംഗലം പോലീസിൽ ഹോം ഗാർഡായി വർക്ക് ചെയ്യും. ഹോം ഗാർഡോ? കേരള സർക്കാരിൻ്റെ ഒരു പുലിയാണ്. അതെ 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 അതെ. ഇത് ഏത് പുലിയാണിത്? ഇത് ഒരു പ്രത്യേക പുലിയാണ്, വരയൻ പുലി മാതിരി. അങ്ങനെ വരയൻ പുലിയാണ്. അത് കേരള, അതായത് പോലീസിന്റെ ഹോം ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന സർപ്രൈസ് ആയിട്ടുള്ള ഒരു വരയൻ. ഏതാ ഇത്? സിംഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഏത് പുലിയാ? നാടൻ വരയൻപുലി. നാടൻ വരയൻപുലി. അങ്ങനെ വ്യത്യസ്തതയാണ്. ഇതിപ്പോ ഏതാ കളർ ഉപയോഗിച്ചേക്കുന്നത്? ഇത് ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, വെള്ള, കറുപ്പ്. ഫ്ലൂറസെന്റ് ആണോ? അല്ലല്ല, സാധാ തന്നെ ഫ്ലൂറസെന്റ്. ഇപ്രാവശ്യത്തെ പുലികളി സംഘത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് LED ലൈറ്റ് ഒക്കെ ഉണ്ട്. എന്താണ് സംഭവം? LED ലൈറ്റ് ഉണ്ട്. അത് രാത്രിയാണ് കാണാൻ രസമുള്ളത്. അതപ്പോ കാണാം നമുക്ക്. അതായത് സീതാറാം മിൽ സംഘം അവർ രാത്രിയാകുമ്പോൾ അവരുടെ സർപ്രൈസുകളെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് മുമ്പാകെ, എല്ലാവരുടെയും മുമ്പാകെ അവർ പൊളിച്ചെഴുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് നമുക്ക് മറ്റ് വ്യത്യസ്തരായിട്ടുള്ള പുലികളുണ്ട്, കുട്ടിപ്പുലികളുണ്ട്. എന്താ കുട്ടിപ്പുലിയുടെ പേരെന്താ? ആദ്യമായിട്ടാണോ അവനെ? എങ്ങനെ ചവിടൊക്കെ പഠിച്ചാ? കുട്ടിപ്പുലി ഭയങ്കര ഉഷാറാണ്. അപ്പൊ ഇപ്രാവശ്യം കപ്പാരടിക്കും, നമ്മുടെ ദേശം അടിക്കും. എന്തായാലും കുട്ടിപ്പുലി ഇവിടെ പുലി ഒരെണ്ണം തയ്യാറായി നിൽപ്പുണ്ട്. നമുക്ക് ആ പുലികളെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്താ മോന്റെ പേര്? അത് എങ്ങനെയുണ്ട്? മാനവ്. മാനവ് ഒറ്റയ്ക്കാണോ? അച്ഛനുണ്ടോ? അച്ഛനും മാനും കൂടിയാണ്. അല്ല പഠിക്കണേ? 4 പഠിക്കുന്ന മാനവ് ദേ പുലിയൊക്കെ ഇതായിരുന്നു. പുലിയെന്ന് അനക്കിക്കേ. മാനവിന്റെ പുലി ദേ നല്ല രസമായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അരമണിയും കെട്ടി ചുവടും വെച്ച് വെക്കുമ്പോഴത്തേക്കും വലിയൊരു ആവേശം തന്നെയായിരിക്കും മാനവ്. തൊട്ടിപ്പുറത്ത് മാനവിന്റെ അച്ഛനെ ഒരുക്കുന്നുണ്ട്. നമുക്ക് മാനവിന്റെ അച്ഛനോട് ചോദിക്കാം. അച്ഛനും മാനും കൂടി ഇറങ്ങിയൊക്കെയാണല്ലേ? അതെ, അവന്റെ നിർബന്ധങ്ങളാണ് ഇവിടെ വേഷം തന്നെ. അപ്പൊ ഇപ്രാവശ്യം കപ്പാരടിക്കും. നമ്മളെന്നെ അടിക്കും, സംശയമില്ലേ? നമ്മളെ വര പ്രസാദ് മെയിനാള്. ചേട്ടാ, എങ്ങനെയുണ്ട്? എത്ര വർഷമായി ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി? 22 വർഷമായി. ഏത് പുലിയാ? ഇത് വരയൻ, നാടൻ വരയൻ. നാടൻ വരയൻ. കാണാൻ തന്നെ നല്ല അന്തസ്സുണ്ട്, നല്ല ചേലുണ്ട്. ഒന്ന് അനക്കിക്കാനോ? ഒന്ന് നിങ്ങള് പല പല സർപ്രൈസുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? പിന്നല്ലാണ്ട് അത് 3 മണിക്കാണ്. 3 മണിയാവും കാണുമ്പോൾ കേട്ടോ. പുലിമുടയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സർപ്രൈസുകളൊക്കെ കൂടിയായിരിക്കും. ഒരുപാട് സർപ്രൈസുകൾ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർപ്രൈസുകളൊക്കെ ട്രൗസറിലും ചെരുപ്പിലും എല്ലായിടത്തും സർപ്രൈസാണ്. അതായത് ഇവരുടെ അടിമുടി സർപ്രൈസ് ആണെന്നാണ് പറയുന്നത്. അതെല്ലാം നമുക്ക് 3 മണിക്ക് ശേഷം മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ കാണുകയും ചെയ്യാം. മാധു. ശരി, ശ്യാമപ്രസാദ് ഉത്തമനാണ് അവിടെ സീതാറാം മിൽ ദേശത്ത് നിന്നുള്ള പുലികളുടെ കാര്യങ്ങൾ. ശ്യാം, അതിനിടയ്ക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് ശ്യാമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണ് ഈ അപ്പിയറൻസിന് പിന്നിൽ? അത് വേറൊന്നുമല്ല, ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു. ഞാനിവിടെ വന്ന് നോക്കിയിട്ടേ ഇവിടെ കാണാൻ കഴിയുന്ന ഈ ദേശം മുഴുവൻ പുലികളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് നമ്മളും പുലികളാണോ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും തൊട്ടപ്പുറത്ത് മാറി ഷിനോജും അരുണും ഒക്കെ പുലികളായിക്കൊണ്ട് ആടിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ആടാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഇവരുടെ കൂടെ ഈ ഒരു മുഖംമൂടിയൊക്കെ അണിഞ്ഞ് കുറച്ചു നേരം നിൽക്കാമെന്ന് തോന്നി. അങ്ങനെ നിന്നതാണ്. എന്തായാലും ഇവരിപ്പോൾ എന്നെ പുലിയാക്കി കൂടെ കൂട്ടിയൊക്കെയാണ് നമ്മളെ, അല്ലേ? പറയൂ. അല്ല, നമ്മളെയൊക്കെ ഇതിൻ്റെ ഒപ്പം പുലിയാക്കി കൂട്ടിയൊക്കെ. സംശയമില്ലേ? അതാണ്. ശരി, എന്തായാലും
ഇന്ന് വൈകുന്നേരം വരെ, ഇന്ന് രാത്രി ഏറെ വൈകുന്നത് വരെ സ്വരാജ് റൗണ്ട് ശക്തന്റെ തട്ടകമാകെ ഈ പുലിച്ചുവടുകളിൽ കിടങ്ങുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ആ മുഴുവൻ ആഘോഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്താൻ മാതൃഭൂമിയുടെ വിപുലമായ സംഘവും അവിടെ തയ്യാറെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ എല്ലാവരെയും കണ്ടു, രാഗിനെ കണ്ടു, ഷിനോജിനെ കണ്ടു, അരുണിനെ കണ്ടു, ശ്യാം പ്രസാദ് ഉത്തമനെ കണ്ടു. അങ്ങനെ എല്ലാവരുടെയും ആഘോഷവും ആരവവും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു പുലിക്കാലം കൂടി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. എല്ലാ പുലികൾക്കും എല്ലാ ആശംസയും നൽകുന്നതിനിടയിൽ നല്ല ഡുക്കുടു മക്കളെ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ആനന്ദം വലുതാണ്. എത്രയോ കുഞ്ഞു നാൾ മുതൽ കാണുന്നതിൻ്റെ ആ ഭാഗമാകാൻ കഴിയുന്ന, ഈ പുലികളുടെ ഭാഗമാകാൻ കഴിയുന്നതിൻ്റെ ആഘോഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.